ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. ഇന്ന് എന്തോ ഒരു ബാഡ് സ്വപ്നം കണ്ടിട്ടാണ് എണീറ്റത്. അപ്പോൾ ഞാൻ നേരെ പോയി ഗ്ലാസ് ചൂടുവെള്ളവും എടുത്ത് അവിടെ നിന്ന് നേരെ ശിവസ്തോത്രം കേൾക്കാൻ വേണ്ടിയിട്ടിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ട് മൂഡ് പോകാറുണ്ടോ? എനിക്ക് 2-3 ഡേയ്സായിട്ട് എൻ്റെ മൂഡൊന്നും ഓക്കെ അല്ല, ഇപ്പോൾ കംപ്ലീറ്റ് പോയി. അപ്പോൾ ഞാൻ നേരെ ശിവസ്തോത്രം കേൾക്കാൻ വേണ്ടിയിട്ടിരുന്നു. എനിക്കിങ്ങനെ മൂഡൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കണ്ട് എൻ്റെ മൂഡ് പോകാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഭക്തി നിർഭരമായ എന്തെങ്കിലും പാട്ടുകളൊക്കെ കേൾക്കും. അപ്പോൾ ഒന്ന് ഓക്കെ ആവും എൻ്റെ മൂഡ്. ഇന്ന് നമ്മുടെ വീട്ടിൽ പണിയുണ്ട് കേട്ടോ. വീടിൻ്റെ തേപ്പിൻ്റെ ബാക്കി ജോലികളാണ്. താഴത്തെ ഫ്ലോർ ഫുള്ളായിട്ട് തേച്ച് ഡോറ് ഫിറ്റ് ചെയ്താൽ മാത്രമേ വീട്ടു നമ്പർ കിട്ടുള്ളൂ. അതിനുശേഷം മാത്രമേ ബാങ്ക് ലോണിൻ്റെ ലാസ്റ്റത്തെ എമൗണ്ടും കിട്ടുള്ളൂ. അതിനുള്ള തത്രപ്പാട്ടിലാണ് ഞാൻ. അപ്പോൾ വീട് തേക്കാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അച്ഛനും അവരുടെ കൂടെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി. പിന്നെ ഞാൻ അച്ഛനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. കാരണം അച്ഛനെ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു. അച്ഛൻ്റെ കണ്ണിനകത്തുനിന്ന് പഴുപ്പിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് 2 കണ്ണിനും. ലാസ്റ്റ് സാറ്റർഡേ അച്ഛൻ പണിക്ക് പോയപ്പോൾ കരിങ്കല്ലടിച്ചപ്പം അതിൻ്റെ ചീളോ പൊടിയോ എന്തോ കണ്ണിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലാണ് കേട്ടോ ഞാനും ജനിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നു. തിരക്കുണ്ടായിരുന്നു. മൺഡേ ആയതുകൊണ്ടിട്ടായിരിക്കാം. ഞാനാണെങ്കിൽ ലീവ് എടുക്കാതെയാണ് വന്നത്. ഒരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചെത്താം എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരുന്ന് ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ നോക്കിയപ്പോൾ 2 കണ്ണിലും ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. അവിടുന്ന് കണ്ണിലൊഴിക്കാനുള്ളൊരു മരുന്നും ഒരു ഓയിൽമെൻറ്റും ആണ് അവർ തന്നത്. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ അച്ഛനെ പിടിച്ചിരുത്തി കണ്ണിലൊഴിക്കാനുള്ള മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അച്ഛനെ റെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് ഞാൻ നേരെ വർക്കിന് കയറി.